ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കി നോക്കാം. അതായത് ഇവിടെ സോൾവ് ദി ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ബൈ മെട്രിക്സ് മെത്തേഡ്. മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ച് ഈ തന്നിരിക്കുന്ന രണ്ട് സിസ്റ്റംസ് സോൾവ് ചെയ്യാനാണ് പറയണത്. അപ്പോൾ ഇതൊരു രണ്ട് ഇക്വേഷനും രണ്ട് വേരിയബിൾസും ഉള്ളൊരു സിസ്റ്റം. ഇവിടെ എക്സും വൈയും ആണ് വേരിയബിൾസ്, രണ്ട് ഇക്വേഷൻ തന്നിരിക്കുന്നു. ഇവിടെ എക്സ് വൈ സെഡ് 3 വേരിയബിളും 3 ഇക്വേഷനും ഉള്ളൊരു സിസ്റ്റം. ഇതെങ്ങനെയാണ് ഈ രണ്ട് സിസ്റ്റവും സോൾവ് ചെയ്യുക എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ബൈ യൂസിങ് മെട്രിക്സ് മെത്തേഡ്. അപ്പോൾ അതിനുള്ള ഐഡിയ നമ്മൾ ആദ്യം തന്നെ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം തന്നെ ഇതിൽ നിന്നും എയും എക്സും ബിയും എടുത്തെഴുതുക. അപ്പോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള കോഎഫിഷ്യൻറ്റുകളുടെ മെട്രിക്സ്, അതായത് എക്സിൻ്റെ എണ്ണം 2, വൈയുടെ എണ്ണം 5, ഇവിടെ എക്സിൻ്റെ എണ്ണം 3, വൈയുടെ എണ്ണം 2. ഇതിനെയാണ് നമ്മൾ എ എന്ന് വിളിക്കുക. ഓക്കെ, ഇനി ഇതുപോലെ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് എടുത്ത് എഴുതുക. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോളം മെട്രിക്സ്. ഇവിടെയുള്ള വേരിയബിളുകളുടെ മെട്രിക്സ് ആണ്. ഇപ്പോൾ ഇവിടുത്തെ വേരിയബിളുകൾ എക്സും വൈയും, ഒരു കോളം മെട്രിക്സ്. ഇനി ബി എന്ന് പറയുന്ന മെട്രിക്സ്, ഇവിടെ 1, 7. ഇങ്ങനെ എയും എക്സും ബിയും എടുത്തെഴുതി. ഇതാണ് ആദ്യത്തെ പരിപാടി. അപ്പോൾ ഈ ഒരു തന്നിരിക്കുന്ന സിസ്റ്റത്തിനെ മൊത്തത്തിൽ നമുക്ക് എ എക്സ് ഈക്വൽ ടു ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെ ഈ സിസ്റ്റം എ എക്സ് ഈക്വൽ ടു ബി എന്ന ഫോമിലാണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ അഥവാ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് എഴുതാം എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ഇങ്ങനെ എഴുതാം എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ഇനി നമുക്കപ്പോൾ ആദ്യം തന്നെ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ എ ഇൻവേഴ്സ് കാണണമെങ്കിൽ ആദ്യം ഡിറ്റർമിനൻ്റ് എ കാണണം, ദെൻ അഡ്ജോയിൻ്റ് എ കാണണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എ ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ ഒന്ന് എഴുതി വയ്ക്കുക. എ ഇൻവേഴ്സ് ഈക്വൽ ടു 1 ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ. ഇതാണ് എ ഇൻവേഴ്സ് കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ ഇതിലാദ്യം നമുക്ക് ഡിറ്റർമിനൻ്റ് എത്രയാണെന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ 2 × 2 4 മൈനസ് 3 × 5 15, 4 മൈനസ് 15 മൈനസ് 11 എന്ന് കിട്ടി. ഇതാണ് ഇയാളുടെ ഡിറ്റർമിനൻ്റ്. ഇനി അഡ്ജോയിൻ്റ് എ കണ്ടുപിടിക്കാം. അപ്പോൾ അഡ്ജോയിൻ്റ് എ കാണാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല. 2/2 മെട്രിക്സ് ആണ്. ഡയഗണൽ എൻട്രീസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 തന്നെ ആയ കാരണം 2, 2. ഇവരുടെ ചിഹ്നം ഓപ്പോസിറ്റ് ആക്കുക. -5ഉം -3. ഇങ്ങനെ നമുക്ക് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. ഇതാണ് നമ്മുടെ എ ഇൻവേഴ്സ്. ഇനി നമുക്ക് എക്സ് കാണാനായിട്ട് എ ഇൻവേഴ്സ് ഇൻറ്റു ബി ചെയ്യാനാണ് പറഞ്ഞേക്കണത്. എ ഇൻവേഴ്സ് ഇൻറ്റു ബി. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ എ ഇൻവേഴ്സിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ കിട്ടിയേക്കുന്ന എ ഇൻവേഴ്സിനെ ഇവിടെ വെച്ച് തന്നെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 7 ആണ്. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ ഞാൻ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ 1/-11 അങ്ങനെ തന്നെ എഴുതി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 2 × 1 2 പ്ലസ് -5 × 7. അപ്പോൾ 2 - 35 അഥവാ -33 എന്നാണ് വരിക. ഇതുപോലെ ഇതുകൊണ്ട് സെക്കൻഡ് റോ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. -3 × 1 -3 പ്ലസ് 2 × 7 എന്ന് വെച്ചാൽ 14. -3 + 14 11 എന്നാണ് നമുക്ക് കിട്ടുക. ഇങ്ങനെ കിട്ടി. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഈ 1/-11 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 33നെ 1/-11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 എന്ന് കിട്ടും. 11നെ 1/-11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -1 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ എക്സിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് എക്സിൻ്റെ ഉത്തരമായിട്ട് എ ഇൻവേഴ്സ് ഇൻറ്റു ബി എക്സ് ഈക്വൽ ടു ഇങ്ങനെയാണ് കിട്ടണത്. നമ്മൾ കണ്ട എക്സ് ആരാ? അതിൽ എക്സും ഉണ്ട് വൈയും ഉണ്ട്. അപ്പോൾ ആദ്യം കിട്ടിയേക്കുന്ന ഇദ്ദേഹമാണ് എക്സ്, ഇദ്ദേഹമാണ് വൈ. അപ്പോൾ നമ്മുടെ ആൻസർ എക്സ് ഈക്വൽ ടു 3 വൈ ഈക്വൽ ടു -1. അതാണ് ഈ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ. നിങ്ങൾ വേണമെങ്കിൽ ഇതിൽ ഇട്ട് കൊടുക്കുക, ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ചെയ്ത രീതികൾ കറക്റ്റാണ്. സോ കിട്ടുന്ന ആൻസറും പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എക്സ് ഈക്വൽ ടു 3 വൈ ഈക്വൽ ടു -1. അപ്പോൾ ഇതാണ് ഒരു സിസ്റ്റം സോൾവ് ചെയ്യാനുള്ള പ്രോസസ്സ്. ഇതേപോലെ തന്നെ നമുക്ക് ഈ 3/3 ക്വസ്റ്റ്യനും ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ
ഫസ്റ്റ് പരിപാടി നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിനെ മെട്രിക്സ് രൂപത്തിൽ എഴുതുക. അപ്പോൾ ഇവിടെ എ ആരാ തന്നേക്കണേന്ന് നോക്കുക. എ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻറ്റുകളുടെ മെട്രിക്സ്. ഇവിടെ അത് 3 -2 3, 2 1 -1, 4 -3 2, ഇങ്ങനെ എ എടുത്ത് എഴുതി. ദെൻ എക്സ് എടുത്ത് എഴുതുക. എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോളം മെട്രിക്സ്, ഇവിടുത്തെ വേരിയബിളുകളുടെ കോളം മെട്രിക്സ്. അപ്പോൾ ഇവിടുത്തെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എക്സ്, വൈ, സെഡ്. ദെൻ ബി എടുത്ത് എഴുതുക. ബി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൻസറുകളുടെ ഓരോ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലുള്ള എലമെൻസിൻ്റെ സെറ്റ്. 8 1 1 എക്സ് എല്ലാം എടുത്ത് എഴുതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ എ എക്സ് ഈക്വൽ ടു ബി എന്ന് എഴുതാം. ദെൻ എക്സ് ഈക്വൽ ടു നമ്മൾ പഠിച്ചേക്കണ പോലെ എക്സ് ഈക്വൽ ടു ബി ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇതാണ് നമുക്ക് വേണ്ട എക്സ്, നേരത്തെ പോലെ തന്നെ. അപ്പോൾ ഈ എക്സ് കാണണമെങ്കിൽ ആദ്യം എ ഇൻവേഴ്സ് എടുക്കണം, ദെൻ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എ ഇൻവേഴ്സ് കാണാനുള്ള പ്രോസസ്സ് തുടങ്ങാം. ആദ്യം എ ഇൻവേഴ്സ് കാണണം. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ടുള്ള കലാപരിപാടിയാണ് നമ്മൾ ആദ്യം ചെയ്യണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മൈനർ എടുക്കുക, കോഫാക്ടർ എടുക്കുക, അഡ്ജോയിൻ്റ് എടുക്കുക, ഡിറ്റർമിനൻറ്റും കണ്ടുപിടിച്ച് സെറ്റാക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻവേഴ്സ് കാണാനുള്ള ഫോർമുല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് വെക്കാം. അതാണ് ഫസ്റ്റ് പ്രോസസ്സ്. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്തു. 3 ഇൻറ്റു 3 ഉൾപ്പെടുന്ന റോയും കോളും നോക്കണ്ട. ഇവിടെ 2 -1 ഇൻറ്റു -3 എന്ന് പറഞ്ഞാൽ 2 - 3. അപ്പോൾ നമുക്കിവിടെ -1 എന്ന് കിട്ടി. മൈനസ് ഈ എലമെൻ്റ് എടുക്കുമ്പോൾ -2 ഇൻറ്റു ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്തു. അപ്പോൾ 2 × 2 4 -1 ഇൻറ്റു 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 -4 മൈനസും പ്ലസ് ആയി. 4 + 4 8. ദെൻ പ്ലസ് തേർഡ് എലമെൻറ്റ് 3 അതെടുക്കുക, അത് ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളയുക. ഈ റോയും ഈ കോളവും പോയി. 2 × -3 -6 -4. അപ്പോൾ -6 -4 എന്ന് പറഞ്ഞാൽ -10 എന്ന് കിട്ടി. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ 3 × -1 -3 ആയി. ഇവിടെയാണെങ്കിൽ +16 -30. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞത് -17 ആയി. അപ്പോൾ നമ്മുടെ ഡിറ്റർമിനൻ്റ് -17 എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്തത് ഇതിൻ്റെ മൈനറും പിന്നെ കോഫാക്ടറും ദെൻ അഡ്ജോയിൻ്റ് കണ്ടുപിടിച്ച് ഇൻവേഴ്സ് എഴുതാം. ഇപ്പോൾ ഇനി എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ മൈനർ ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം തന്നെ M11 എഴുതി നോക്കാം. ഇതാണ് A11 എന്ന് പറയുന്ന എലമെൻറ്റ്. അതിൻ്റെ മൈനർ എന്ന് പറയുമ്പോൾ അത് ഉൾപ്പെടുന്ന റോയും കോളവും കളയുക. ബാക്കി ചെയ്ത് നോക്കുമ്പോൾ 1 × 2 2 -1 × -3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 - 3, അതായത് -1 എന്ന് കിട്ടി. ദെൻ M12 എന്ന് പറഞ്ഞാൽ A12ൻ്റെ മൈനർ. ഇതാണ് A12. ഇതിൻ്റെ മൈനർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോയും ഈ സെക്കൻഡ് കോളും ഒഴിവാക്കുക. 2 × 2 4 -4 8 എന്ന് കിട്ടി. പിന്നെ M13 എന്ന് പറഞ്ഞാൽ ഇതാണ് A13 അതിൻ്റെ മൈനർ. അപ്പോൾ ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളയുക. 2 × -3 -6 -1 × 4 4. അപ്പോൾ -6 -4 -10 എന്ന് കിട്ടി. ദെൻ M21 എന്ന് വെച്ചാൽ A21ൻ്റെ മൈനർ. ഇതാണ് A21. ഇതിൻ്റെ മൈനർ എന്ന് പറയുമ്പോൾ ഇത് ഉൾപ്പെടുന്ന ഈ കോളും ഈ റോയും കളയുക. -2 × 2 -4 -9. അപ്പോൾ -4 + 9 എന്ന് വരും. എന്ന് വെച്ചാൽ 5. ഇതുപോലെ M22 ഈ എലമെൻറ്റിൻ്റെ മൈനർ. ഇത് ഉൾപ്പെടുന്ന സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും കളയുക. ബാക്കിയുള്ളത് 3 × 2 6 -3 × 4 12. 6 - 12 -6 എന്ന് കിട്ടി. ദെൻ M23
ഇതാണ് A23. ഇതിൻ്റെ മൈനർ കാണാൻ പറയുമ്പോൾ ഇത് ഉൾപ്പെടുന്ന സെക്കൻഡ് റോയും തേർഡ് കോളവും കളയുക. അപ്പോൾ 3 × -3 -9 -8 എന്ന് വെച്ചാൽ -9 + 8 -1 എന്ന് കിട്ടി. ദെൻ M31 എടുക്കുക. ഇതാണ് A31. ഇതിൻ്റെ മൈനർ എന്ന് പറയുമ്പോൾ ഇത് ഉൾപ്പെടുന്ന കോളവും റോയും കളയുക. -2 × -1 2 -3 × 1 3. ഇപ്പോൾ 2 - 3 -1 എന്ന് കിട്ടി. അതുപോലെ M32 എടുക്കുക. ഇതാണ് A32. ഇതിൻ്റെ മൈനർ. അപ്പോൾ ഈ റോയും ഈ കോളവും കളയുക. 3 × -1 -3 -3 × 2 എന്ന് വെച്ചാൽ -3 -6 -9 എന്ന് കിട്ടി. ദെൻ M33 പടയ്ക്കുക. ഇതാണ് A33. ഇതിൻ്റെ മൈനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കളയുക. 3 × 1 3 -4 3 - -4 എന്ന് പറഞ്ഞാൽ 7. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ മൈനർ കിട്ടി കേട്ടോ. ഇനി നമ്മൾ നേരെ ആ മൈനറിൻ്റെ മെട്രിക്സ് ഞാൻ എഴുതണില്ല, അല്ലാതെ തന്നെ ഞാൻ കോഫാക്ടർ നേരെ എഴുതാൻ പോവുകയാണ്. അപ്പോൾ കോഫാക്ടർ വരിക, ഡയമണ്ട് ഷേപ്പിലുള്ള ആൾക്കാരുടെ മാത്രം ചിഹ്നം ഓപ്പോസിറ്റ് ആക്കുക. എന്ന് വെച്ചാൽ ഇയാളുടെ ചിഹ്നം ഓപ്പോസിറ്റ് ആക്കുക, ഇദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് ആക്കുക, ഇയാളുടെ ഓപ്പോസിറ്റ് ആക്കുക, ഇയാളുടെ ഓപ്പോസിറ്റ് ആക്കുക. അപ്പോൾ നമുക്ക് കോഫാക്ടർ കിട്ടും. അപ്പോൾ -1 ഇത് ഓപ്പോസിറ്റ് ആക്കി -8, ഇത് -10 തന്നെ. ഇത് 5 അത് ഓപ്പോസിറ്റ് ആക്കുമ്പോൾ -5 ആയി. ഇത് -6, ഈ -1 ഓപ്പോസിറ്റ് ആക്കി വെറും 1 ആയി. ഇവിടെ -1, ഈ -9 ഓപ്പോസിറ്റ് ആക്കി വെറും 9 ആയി. ഇവിടെ 7. ഇങ്ങനെ നമുക്ക് കോഫാക്ടർ കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ ഇതിൻ്റെ അഡ്ജോയിൻ്റ് എഴുതി. അപ്പോൾ അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് എന്ന് പറയുമ്പോൾ കിട്ടിയ കോഫാക്ടറിനെ ട്രാൻസ്പോസ് എഴുതുക. ഫസ്റ്റ് റോയിൽ കിടക്കണതിനെ ഫസ്റ്റ് കോളാക്കി എഴുതുക. സെക്കൻഡ് റോനെ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം. അപ്പം ഇങ്ങനെ അഡ്ജോയിൻ്റ് എ കിട്ടി. ഇപ്പോൾ അഡ്ജോയിൻ്റ് എ സെറ്റായി, ഡിറ്റർമിനൻ്റ് എയും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എ ഇൻവേഴ്സ് കാണാൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് എഴുതാം. എ ഇൻവേഴ്സ് = 1/ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജ് എ അഥവാ അഡ്ജോയിൻ്റ് എ. ഇതാണ് നമ്മുടെ എ ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇത് വെച്ച് നേരെ എ ഇൻവേഴ്സ് കാണാം, എന്നിട്ട് ആ എ ഇൻവേഴ്സിനെ ബി കൊണ്ട് നമുക്ക് ഗുണിക്കാം. പിന്നെ അതിലേക്കാണ് നമ്മൾ അടുത്തത് പോണത്. നമുക്ക് നേരെ എ ഇൻവേഴ്സ് എഴുതി നോക്കാം. എ ഇൻവേഴ്സ് = 1/ഡിറ്റർമിനൻ്റ് എ. ഡിറ്റർമിനൻ്റ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് -17 എന്നാണ് കിട്ടിയേക്കണത്, ഇൻറ്റു അഡ്ജോ എ. അഡ്ജോയിൻ്റ് നമുക്ക് കിട്ടിയേക്കണത് ഇതേ കിടക്കണം. -1 -5 -1 -8 -6 9 -10 1 7. ഇങ്ങനെയാണ് നമുക്ക് എ ഇൻവേഴ്സ് കിട്ടിയേക്കുന്നത്. ഇനി എക്സ് കണ്ടുപിടിക്കാനായിട്ട് x = A ഇൻവേഴ്സ് ഇൻറ്റു ബി ഇതാണ് ചെയ്യേണ്ടത്. എക്സ് കണ്ടുപിടിക്കാനായിട്ട് എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ് ചെയ്യേണ്ടത്. സോ നമ്മൾ x = എ ഇൻവേഴ്സിൻ്റെ സ്ഥാനത്ത് 1/-17 ഇൻറ്റു ഈ മെട്രിക്സ് കൊടുത്തു. -1 -5 -1 -8 -6 9 -10 1 7. ഇങ്ങനെ നമ്മുടെ എ ഇൻവേഴ്സ് എടുത്തെഴുതി. ഇൻറ്റു നമുക്ക് വേണ്ടത് ബി ആണ് വേണ്ടത്. അപ്പോൾ ഇൻറ്റു ബി. അപ്പോൾ എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ തുടക്കത്തിൽ തന്നിട്ടുണ്ടായിരുന്ന 814. അപ്പോൾ നമ്മുടെ ബി കിട്ടി. ഇനി നമ്മൾ നേരെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ 1/-17 ഇവിടെ കിടന്നോട്ടെ കേട്ടോ, അതിന് നമ്മൾ ശല്യം ചെയ്യേണ്ട, പുള്ളി ഇവിടെ കിടന്നോട്ടെ. ഇൻറ്റു ഫസ്റ്റ് റോ കൊണ്ട് ഈ കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ -1 × 8 -8 -5 × 1 -5 -1 × 4 -4 എന്ന് വെച്ചാൽ -8 -5 -4, അതായത് -17 എന്ന് കിട്ടി. അടുത്തത് സെക്കൻഡ് റോ കൊണ്ട് ഈ കോളത്തിനെ ഗുണിക്കുക. -8 × 8 -64 പ്ലസ് -6 × 1 -6 പ്ലസ് 9 × 4 36. അഥവാ -64 -6 പ്ലസ് 36 എന്ന് വെച്ച് കഴിഞ്ഞാൽ
-70 + 36 -34 എന്ന് കിട്ടി. ഇതുപോലെ തേർഡ് റോ കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ -10 × 8 -80 + 1 + 28 എന്ന് വെച്ചാൽ -80 + 29 അഥവാ -51 എന്ന് കിട്ടി. നേരെ ഈ 1/-17 കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ -17 ഇതുകൊണ്ട് ചെയ്ത് കഴിയുമ്പോൾ 1, -34 ചെയ്യുമ്പോൾ 2, -51 ചെയ്യുമ്പോൾ 3. അപ്പോൾ നമ്മുടെ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് ഇങ്ങനെയാണ് കിട്ടണത്. നമ്മുടെ എക്സ് എന്ന് പറഞ്ഞ മെട്രിക്സിൽ കോളം മെട്രിക്സ് ആർന്ന് എക്സ് വൈ സെഡ് ആർന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം കിടക്കുന്നത് നമ്മുടെ എക്സിൻ്റെ ആൻസർ, ഈ കിടക്കുന്നത് നമ്മുടെ വൈയുടെ ആൻസർ, ഈ കിടക്കുന്നത് നമ്മുടെ സെഡിൻ്റെ ആൻസർ. സോ ഈ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ ആരാന്ന് ചോദിച്ചാൽ എക്സ് = 1, y = 2, z = 3. ഇതാണ് നമുക്ക് തന്ന ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ. അടുത്ത ഒരു സിസ്റ്റം തന്നേക്കാണ്. ഇവിടെയും ഒരു 2/2 മെട്രിക്സ് ഉള്ളൊരു 2/2, അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വേരിയബിളും 2 ഇക്വേഷനും ഉള്ള ഒരു സിസ്റ്റം തന്നേക്കണം. ഇത് സോൾവ് ചെയ്യാൻ പറയണം. അതുപോലെ ഇവിടെയും 2 ഇക്വേഷനും 2 വേരിയബിളും ഉള്ള ഒരു സിസ്റ്റം തന്നേക്കണം. അപ്പോൾ ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൻസർ ചെയ്യുമ്പോൾ ആദ്യം തന്നെ എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി. ഇവിടുത്തെ കോഎഫിഷ്യൻറ്റുകളുടെ മെട്രിക്സ് ആണ് എ. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് 5, 2, 7, 3. എ എന്ന് പറയുന്ന മെട്രിക്സ് ആദ്യം എഴുതി. എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് ഇറ്റ്സ് എ കോളം മെട്രിക്സ്. ഇവിടെയുള്ള വേരിയബിളുകളുടെ മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സും വൈയും. അപ്പോൾ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി. ഓക്കെ, ഇനി ബി എന്ന് പറയുന്ന മെട്രിക്സ് ഇവിടെയുള്ള സൊല്യൂഷൻസിൻ്റെ മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4ഉം 5ഉം. ഇനി നമുക്ക് ഈ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ AX = B എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് AX = B എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. സോ X = നമുക്കിതിനെ A ഇൻവേഴ്സ് × B എന്ന് കാണാം. അപ്പോൾ ഇവിടുത്തെ എക്സ് കാണാനായിട്ട് A ഇൻവേഴ്സ് × B ചെയ്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. സോ ഇൻവേഴ്സ് കാണാനായിട്ട് ആദ്യം ഡിറ്റർമിനൻ്റ് A കണ്ടുപിടിക്കുക. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഡിറ്റർമിനൻ്റ് A കാണാം. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് A എന്ന് പറഞ്ഞാൽ 5 × 3 15 -2 × 7 14. 15 - 14 1. ഡിറ്റർമിനൻ്റ് A കിട്ടി. ഇനി നേരെ എക്സ് കാണാം. അപ്പോൾ X = A ഇൻവേഴ്സ് × B ആണ്. അപ്പോൾ അതിൽ A ഇൻവേഴ്സ് കാണാൻ നമുക്കറിയാം. A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/ഡിറ്റർമിനൻ്റ് A × അഡ്ജോയിൻ്റ് A ആണ്. അപ്പോൾ അതിൽ ഡിറ്റർമിനൻ്റ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1 എന്ന് കിട്ടി × അഡ്ജോയിൻ്റ് A. ഇവിടെ നമുക്ക് A എന്ന് പറയുന്ന മെട്രിക്സ് തന്നേക്കണം. അപ്പോൾ ഇതിൻ്റെ അഡ്ജോയിൻ്റ് കാണാനായിട്ട് ഡയഗണൽ എൻട്രീസ് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചിടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 കിടക്കണോടത്ത് 3, ഇവിടെ 5 എഴുതി. ഇതിൻ്റെ ചിഹ്നം ഓപ്പോസിറ്റ് ആക്കുക. അപ്പോൾ ഇതാണ് A ഇൻവേഴ്സ്. ഇതിനെ നേരെ B കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. B എന്ന് പറഞ്ഞാൽ ഇവിടെ 4, 5. അപ്പോൾ 4, 5 കൊണ്ട് നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്കിവിടെ 1/1 എന്ന് പറഞ്ഞാൽ 1 തന്നെ, അതിന് വാല്യൂ ഇല്ല. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്തു. 3 × 4 12 + -2 × 5. അപ്പോൾ എന്ന് വെച്ചാൽ 12 - 10 നമുക്ക് 2 എന്ന് കിട്ടി. ഇനി ഇത് മൾട്ടിപ്ലൈ -7 × 4 -28 + 25 എന്ന് വെച്ച് കഴിഞ്ഞാൽ -3 എന്ന് കിട്ടി. അപ്പോൾ ഇവിടുത്തെ എക്സിൻ്റെ ഉത്തരങ്ങൾ 2ഉം -3 എന്ന് വെച്ചാൽ എക്സിൻ്റെ ആൻസർ 2, വൈയുടെ ആൻസർ -3 എന്ന് കിട്ടി. ഇതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ. ഇതുപോലെ അടുത്ത സിസ്റ്റം ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ ആദ്യം A എടുത്തെഴുതി. ഇവിടെയും നേരത്തെ പോലെ തന്നെ ആദ്യം A എന്ന് പറയുന്ന മെട്രിക്സ് എടുത്തെഴുതി. അപ്പോൾ A എന്ന് പറയുമ്പോൾ 4, ഇവിടെ ശ്രദ്ധിക്കുക -3 ഉണ്ട്. അപ്പോൾ എഴുതുമ്പോൾ -3 എന്ന് തന്നെ എഴുതുക. ഇത് 3, ഇവിടെ ഈ മൈനസ് ചേർത്ത് -5. ഇതാണ് നമ്മുടെ A. ഇനി ഇവിടുത്തെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾസിൻ്റെ മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ എക്സും സ്മോൾ ലെറ്റർ വൈ. ഇതുപോലെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസറുകളുടെ മെട്രിക്സ്, അതായത് 3ഉം 7. അപ്പോൾ നമുക്ക് ഈ സിസ്റ്റത്തിന് നമുക്ക് മെട്രിക്സ് ഫോമിൽ ഈസി ആയിട്ട് AX = B എന്ന് എഴുതാം. ദെൻ X =
എ ഇൻവേഴ്സ് ഇൻറ്റു ബി. ഇപ്പോൾ നമുക്ക് എക്സ് കാണണമെങ്കിൽ എ ഇൻവേഴ്സ് കണ്ടിട്ട് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നേരെ ഇത് കാണാൻ പോവുകയാണ്. അപ്പോൾ അതിൽ എ ഇൻവേഴ്സ് കാണാനുള്ള ഫോമുല നമുക്കറിയാം. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നേരെ ഒറ്റയടിക്ക് എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് കാണാൻ 1 ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ ഇൻറ്റു ബി. അതിൻ്റെ ഒറ്റയടിക്ക് തന്നെ അങ്ങോട്ട് എഴുതി. അതായത് ഇവിടുത്തെ എ ഇൻവേഴ്സ് ആണ് ഈ കിടക്കുന്നത്. ഇതാണ് നമ്മുടെ എ ഇൻവേഴ്സ്. അതിനെ ബി കൊണ്ട് ഗുണിച്ചാൽ എക്സ് കിട്ടും. ഞാനത് ഒറ്റയടിക്ക് തന്നെ ഇങ്ങനെ എടുത്തെഴുതി എന്ന് വിചാരിക്കും. ഇനി നമുക്ക് പതുക്കെ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കാണുമ്പോൾ 4 × -5 -20 -3 × 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ -20 + 9, അതായത് -11 കിട്ടി. അപ്പോൾ ഇവിടെ 1 -11 ഇൻറ്റു അഡ്ജോയിൻ്റ് എ എഴുതി നോക്കാം. അപ്പോൾ ഇതിൻ്റെ അഡ്ജോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇവരെ രണ്ടുപേരും ഡയഗണൽ എൻട്രീസ് പരസ്പരം തിരിച്ചിടുക. അപ്പോൾ -5 ഇവിടെ 4, ഇവരുടെ ചിഹ്നം ഓപ്പോസിറ്റ് ആക്കുക. അപ്പോൾ -3 വെറും 3 ആയി, വെറും 3 -3 ആയി. ഇൻറ്റു ബി കൊണ്ട് ഗുണിക്കുക. ബി എന്ന് പറഞ്ഞാൽ 3 7 ഗുണിച്ച് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ 1 -11 അങ്ങനെ തന്നെ വെച്ചു കൂട്ടാം. അതിനെ നമ്മൾ തൊടണില്ല. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് റോ കൊണ്ട് ഈ കോളത്തിനെ ഗുണിച്ചു. -5 × 3 -15 + 3 × 7 21. -15 + 21 എന്ന് പറഞ്ഞാൽ -15 + 21 6 എന്ന് കിട്ടി. ഇതുപോലെ ഇത് സെക്കൻഡ് റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ -3 × 3 -9 + 28. -9 + 28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എടുക്കുമ്പോൾ ഈ 1 -11 കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 6 -11 അതുപോലെ 19 -11 എന്നാണ് കിട്ടുക. 6 -11 അതുപോലെ 19 -11 എന്ന് കിട്ടും. അതായത് നമ്മുടെ എക്സിൻ്റെ ഉത്തരം -6/11. മൈനസ് മുകളിൽ കിടന്നാലും താഴെ കിടന്നാലും സെയിം മീനിങ് ആണ്. വൈയുടെ ഉത്തരം -19/11 എന്നും കിട്ടി. ഇതാണ് ഈ തന്നിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ. ഇനി ഇതുപോലെ ഒരു 3 ഇക്വേഷനും 3 വേരിയബിളുള്ള ഒരു സിസ്റ്റം കൂടി ഒന്ന് സോൾവ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിങ്ങനെ ഒരു സിസ്റ്റം തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആദ്യം എ എടുത്ത് എഴുതുക. ഇവിടെ എ എന്ന് പറയുന്നത് കോഎഫിഷ്യൻറ്റുകളുടെ മെട്രിക്സ് 1, ഈ ചിഹ്നം അടക്കം എടുക്കണം -1. ഇവിടെ സെഡിൻ്റെ എണ്ണം വെറും 1. ഇവിടെ എക്സിൻ്റെ എണ്ണം 2, വൈയുടെ എണ്ണം 1, സെഡിൻ്റെ എണ്ണം -3. ഇവിടെ x1 y1 z1. അങ്ങനെ എ എന്ന് പറയുന്ന മെട്രിക്സ് എടുത്തു. അതുപോലെ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ്, ഇവിടെയുള്ള വേരിയബിളുകളുടെ സെറ്റ്. വേരിയബിളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈ സെഡ്. അപ്പോൾ ഈ വേരിയബിളുകളുടെ മെട്രിക്സ് അതാണ് എക്സ്. അപ്പോൾ അതൊരു കോളം മെട്രിക്സ് ആയിട്ടാണ് നമ്മളെപ്പോഴും എഴുതുക. ഇനി ഇതുപോലെ ഇവിടെയുള്ള ആൻസറുകൾ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലുള്ള ഈ സൊല്യൂഷൻസിൻ്റെ സെറ്റ് 4 0 2, അതും ഒരു കോളം മെട്രിക്സ് ആയിട്ടാണ് എഴുതാറ്. അതിനെ നമ്മൾ ബി എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ മെട്രിക്സ് ഫോമിൽ AX = B എന്ന് എക്സ്പ്രസ് ചെയ്യാം. AX = B. അങ്ങനെയാണെങ്കിൽ x = മുമ്പ് പറയണ പോലെ എനെ ഇപ്പുറത്തേക്ക് മാറ്റി അല്ലെങ്കിൽ A ഇൻവേഴ്സ് കൊണ്ട് പ്രീ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ x = A ഇൻവേഴ്സ് ഇൻറ്റു ബി. പിന്നെ നമ്മുടെ ലക്ഷ്യം ഈ A ഇൻവേഴ്സ് കാണലാണ്. എന്നിട്ട് ആ A ഇൻവേഴ്സിനെ B കൊണ്ട് ഗുണിച്ച ആൻസറായി. അപ്പോൾ A ഇൻവേഴ്സ് കാണാനായിട്ടുള്ള ഇക്വേഷൻ നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് എഴുതി വെക്കാം. A ഇൻവേഴ്സ് = 1 ഡിറ്റർമിനൻ്റ് A ഇൻറ്റു അഡ്ജോയിൻ്റ് എ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടുത്തെ ഡിറ്റർമിനൻ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഡിറ്റർമിനൻ്റ് A = നമുക്ക് ഒറ്റയടിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് റോ വെച്ചെടുത്തു. അപ്പോൾ 1 × 1 -3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 + 3 4. അപ്പോൾ ഇവിടെ 1 × 4 എന്ന് കിട്ടി കേട്ടോ. അപ്പോൾ 1 × 4 4. ഇനി ഇവിടെ -1 എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ +1 ഇൻറ്റു ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കളഞ്ഞു. അപ്പോൾ 1 മൈനസ് ഫസ്റ്റ് റോയും ഈ കോളവും വേണ്ടാന്ന് വെച്ചു,
ബാക്കിയുള്ള നോക്കുമ്പോൾ 2 ഇൻറ്റു 1 2 മൈനസ് -3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 + 3 5. അപ്പോൾ -1 ഇൻറ്റു 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ +5 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ +5 പ്ലസ് അടുത്ത് എടുക്കുമ്പോൾ ഈ 1 എടുത്തു, ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കളഞ്ഞു. 1 ഇൻറ്റു ഇത് 2 - 1 എന്ന് വെച്ചാൽ 1 ഇൻറ്റു 2 - 1 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1. അപ്പോൾ അവിടെ 1 എന്ന് തന്നെ കിട്ടി. അപ്പോൾ ഇതിൻ്റെ ആൻസർ 4 + 5 + 1 10 എന്ന് കിട്ടി. നമുക്ക് ഡിറ്റർമിനൻ്റ് എ ഒക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഡിറ്റർമിനൻ്റ് എ കണ്ടു, ഇനി നമുക്ക് പതുക്കെ മൈനറും കോഫാക്ടറും ഒക്കെ കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ മൈനർ കാണാൻ പോവാണ്. അപ്പോൾ M11 എടുത്തു. M11 എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുക ഇതാണ് A11. ഇതിൻ്റെ മൈനർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും കളയുക. 1 - -3 4 എന്ന് കിട്ടി. ഇതുപോലെ M12 എടുക്കുക. M12 എന്ന് പറഞ്ഞാൽ ഇതാണ് A12. ഇത് ഉൾപ്പെടുന്ന ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും കളയുക. ബാക്കിയുള്ളത് 2 - -3 5 എന്ന് കിട്ടി. ഇതുപോലെ M13 എടുക്കുക. ഇതാണ് A13. ഇത് ഉൾപ്പെടുന്ന ഫസ്റ്റ് റോയും തേർഡ് കോളവും കളയുക. അപ്പോൾ 2 - 1 1 എന്ന് കിട്ടി. ഇനി ഇതുപോലെ M21 എടുക്കുക. അപ്പോൾ M21 എന്ന് പറയുമ്പോൾ ഇതാണ് A21. ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കളയുക. അപ്പോൾ -1 - 1 -2 എന്ന് കിട്ടി. ഇതുപോലെ M22 എടുക്കുക. ഇതാണ് A22. ഇത് ഉൾപ്പെടുന്ന സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും കളയുക. അപ്പോൾ 1 - 1 0 എന്ന് കിട്ടി. ദെൻ M23 എടുക്കുക. ഇപ്പോൾ M23 എടുക്കുമ്പോൾ ഇതാണ് A23. ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കളഞ്ഞു. ബാക്കിയുള്ളത് 1 ഇൻറ്റു 1 1 -1 ഇൻറ്റു 1. അപ്പോൾ 1 + 1 2 എന്ന് കിട്ടി. ഇതുപോലെ M31 എടുക്കുക. M31 എടുക്കുക. ഇപ്പോൾ M31 എന്ന് പറയുമ്പോൾ ഇതാണ് A31. ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കളയുക. -1 ഇൻറ്റു -3 വെറും 3 - 1. അപ്പോൾ 3 - 1 എന്ന് പറഞ്ഞാൽ 2. ഇതുപോലെ M32 പഠിക്കുക. അപ്പോൾ M32 ഇതാണ് A32. ഇതാണ് A32. ഇതിൻ്റെ റോയും ഇതിൻ്റെ കോളവും റോയും കളഞ്ഞു. അപ്പോൾ -3 -2 -5. ഇനി അടുത്തത് M33 കാണുക. അപ്പോൾ M33 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് A33. ഇതിൻ്റെ മൈനർ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1 1 -2 എന്ന് വെച്ചാൽ 1 + 2 3 എന്ന് കിട്ടി. ഇങ്ങനെ മൈനറുകളൊക്കെ സെറ്റായി. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ നിന്ന് നേരെ കോഫാക്ടർ മെട്രിക്സ് എഴുതുക. അപ്പോൾ കോഫാക്ടർ മെട്രിക്സ് എഴുതുമ്പോൾ ഈ ഡയമണ്ട് ഷേപ്പിലുള്ള ആൾക്കാരുടെ ഫുള്ള് ചിഹ്നം ഓപ്പോസിറ്റ് ആക്കുക. ഈ 4 പേരുടെ ചിഹ്നം ഓപ്പോസിറ്റ് ആക്കുക. അപ്പോൾ ഇവിടെ 4 അങ്ങനെ തന്നെ എഴുതി. ഇത് -5 ആക്കുക. ഇവിടെ 1 -2നെ 2 ആക്കുക. 0 2നെ -2 ആക്കുക. ഈ 2 ഈ -5നെ 5 ആക്കുക. 3. ഇങ്ങനെ നമ്മൾ കോഫാക്ടർ മെട്രിക്സ് എഴുതി. ഇനി ഇതിൻ്റെ അടുത്ത് തന്നെ അഡ്ജോയിൻ്റ് എഴുതുക. അഡ്ജോയിൻ്റ് ഇതിൻ്റെ കൂടെ തന്നെ അഡ്ജോയിൻ്റ് എഴുതുക. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ എഴുതിയേക്കുന്ന കോഫാക്ടറിൻ്റെ ജസ്റ്റ് ട്രാൻസ്പോസ് കണ്ടാൽ മതിയാവും നമുക്ക് അഡ്ജോയിൻ്റ് എടുക്കാൻ. അപ്പോൾ ഈ തന്നിരിക്കുന്ന കോഫാക്ടറിൻ്റെ ട്രാൻസ്പോസ് ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളാക്കി എഴുതി, സെക്കൻഡ് റോനെ സെക്കൻഡ് കോളാക്കി എഴുതി, തേർഡ് റോനെ തേർഡ് കോളാക്കി എഴുതി. ഇങ്ങനെ നമുക്ക് അഡ്ജോയിൻ്റ് എ കിട്ടി. ഇനി നേരെ അഡ്ജോയിൻ്റ് എ സെറ്റായി. ഇനി നേരെ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ ആണ്. നമുക്ക് എക്സ് കാണാനായിട്ടുള്ള പരിപാടി എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ്. സോ എ ഇൻവേഴ്സ് നേരെ എഴുതുക. അപ്പോൾ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ഡിറ്റർമിനൻ്റ് എ, ഡിറ്റർമിനൻ്റ് എ 10 ഇൻറ്റു അഡ്ജോയിൻ്റ് എ. അഡ്ജോയിൻ്റ് ഏതേ കിടക്കണു 4 to 2 -5 0 5 1 -2 3. ഈ തരത്തിൽ എ ഇൻവേഴ്സ് എഴുതി ഇൻറ്റു ബി. ബി എന്ന് പറഞ്ഞാൽ 402 ബി എടുത്ത് എഴുതി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/10 അങ്ങനെ തന്നെ കിടന്നോട്ടെ, ബാക്കിയുള്ളത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് റോ കൊണ്ട് ഈ കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു. 4 × 4 16, 2 × 0 0, 2 × 2 4. അപ്പോൾ 16 + 0 + 4 20 എന്ന് കിട്ടി. ഇതുപോലെ
സെക്കൻഡ് റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. -5 × 5 4 -20 0 × 0 0 +5 × 2 10. അപ്പോൾ -20 + 10 അതായത് -10 എന്ന് കിട്ടി. ഇനി ഇതിനെ 1 × 4 4 -2 × 0 0 +3 × 2 6 എന്ന് വെച്ചാൽ 4 + 6 അതായത് 10 എന്ന് കിട്ടി. ഇനി നേരെ ഇതിലെ ഓരോ എലമെൻറ്റിനെ 1/10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 2 ഇവിടെ -1 ഇവിടെ 1. അതായത് നമുക്ക് തന്നിരുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ 2 വൈയുടെ വാല്യൂ -1 സെഡിൻ്റെ വാല്യൂ 1. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ. ഇവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ എന്ന് പറയുന്ന ഒരു 3/3 മെട്രിക്സ് തന്നിരിക്കുന്നു. ആദ്യം അതിൻ്റെ എ ഇൻവേഴ്സ് കാണാൻ, തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ ഈ എ ഇൻവേഴ്സ് ഉപയോഗിച്ച് ഈ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എ ക്വസ്റ്റ്യൻ ഈ ഫസ്റ്റ് പാർട്ടിലേക്ക് മാത്രം നോക്കാം. ഈ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ഏതൊരു മെട്രിക്സിൻ്റെയും ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അതനുസരിച്ച് ഇൻവേഴ്സ് കാണാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കാണുക എന്നതാണ്. അപ്പോൾ നമുക്ക് ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാം. അപ്പോൾ ആദ്യം 2 എടുത്തു, അത് ഉൾപ്പെടുന്ന റോയും കോളവും നോക്കണ്ട. ഈ റോയും പോയി ഈ കോളവും പോയി, ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ -4 -4 എന്ന് വെച്ച് കഴിഞ്ഞാൽ -4 + 4 എന്നായി, അത് 0 ആയി മാറി. ഈ -3 എടുത്തു, അത് ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്തു. വെച്ചാൽ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം നോക്കണ്ട. 3 × -2 -6 -4 × 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ -6 -4 അതായത് -6 + 4 എന്ന് കിട്ടി. അപ്പോൾ -6 + 4 എന്ന് പറഞ്ഞാൽ -2. ഇനി +5 × 5 ഉൾപ്പെടുന്ന റോയും കോളും നോക്കണ്ട, ബാക്കി 3 -2 1. നമുക്ക് ഡിറ്റർമിനൻ്റ് നോക്കുമ്പോൾ ഇത് 0 ആയിപ്പോയി. ഇവിടെ 3 × -2 -6 + 5 എന്ന് വെച്ചാൽ ഡിറ്റർമിനൻ്റ് A = -1 എന്ന് കിട്ടി. അതവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് മൈനർ നോക്കാം. അപ്പോൾ മൈനർ എടുക്കുമ്പോൾ M11 ഇതാണ് A11. ഇതിൻ്റെ മൈനർ എടുത്തു കഴിഞ്ഞാൽ 2 × -2 -4 + 4 0. അതുപോലെ M12 എടുത്തു എന്ന് വിചാരിക്കുക. M12 എന്ന് പറയുമ്പോൾ ഇതാണ് A12. ഇതിൻ്റെ മൈനർ എടുത്തു കഴിഞ്ഞാൽ -6 + 4 -2 എന്ന് കിട്ടി. ഇതുപോലെ M13 എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇതാണ് A13. മൈനർ എടുത്താൽ ഇത് ഉൾപ്പെടുന്ന റോയും കോളവും പോയി 3 -2 1 എന്ന് കിട്ടി. ഇനി ഇതുപോലെ M21 നോക്കാം. M21 ഇതാണ് A21. ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളയാം. -3 × -2 6 6 -5 1. ഇതുപോലെ M22 ഇതാണ് A22. ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കളയുക. അപ്പോൾ 2 × -2 -4 -5 എന്ന് വെച്ചാൽ -9 എന്ന് കിട്ടി. ഇനി അടുത്തത് M23. M23 എന്ന് പറയുമ്പോൾ ഇതാണ് A23. ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കളഞ്ഞു. അപ്പോൾ 2 × 1 2 -3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 എന്ന് കിട്ടി. ദെൻ M31 കാണുക. ഇതാണ് A31. ഇതിൻ്റെ മൈനർ -3 × -4 12 -10 2 എന്ന് കിട്ടി. അതുപോലെ M32 അല്ല M32 ഇതാണ് A32. അപ്പോൾ ഇതിൻ്റെ മൈനർ എന്ന് പറഞ്ഞാൽ ഈ റോയും പോയി ഈ കോളവും പോയി. 2 × -4 -8 -15 -23 എന്ന് കിട്ടി. അതുപോലെ M33 ഇതാണ് A33. ഇതിൻ്റെ മൈനർ എന്ന് പറയുമ്പോൾ ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കളഞ്ഞു. 2 × 2 4 -9 എന്ന് വെച്ചാൽ 4 + 9 13 എന്ന് വന്നു. അപ്പോൾ നമുക്ക് മൈനർ സെറ്റായി. ഇനി നമുക്ക് ഇതിൻ്റെ കോഫാക്ടർ നേരെ എഴുതാം. അപ്പോൾ കോഫാക്ടർ വരിക. കോഫാക്ടർ മൈനറിൻ്റെ മെട്രിക്സ് എഴുതാതെ തന്നെ കോഫാക്ടർ എഴുതാം. ഈ ഡയമണ്ട് ഷേപ്പിൽ കിടക്കുന്ന ഈ 4 പേരുടെ ചിഹ്നം ഓപ്പോസിറ്റ് ആക്കുക. ഈ 4 പേരുടെ ചിഹ്നം ഓപ്പോസിറ്റ് ആക്കുക. അപ്പോൾ ഇവിടെ 0, ഇവിടെ വെറും 2 1. ഇത് 1 എന്നുള്ളത് -1 ആക്കുക. -9 അങ്ങനെ തന്നെ. ഇതിൻ്റെ ചിഹ്നം മാറ്റി -5. ഇത് 2 തന്നെ എഴുതുക. ഈ -23യുടെ ചിഹ്നം മാറ്റുമ്പോൾ വെറും 23 13 അങ്ങനെ തന്നെ എഴുതുക. അപ്പോൾ ഈ ഡയമണ്ട് ഷേപ്പിലുള്ള ആൾക്കാരുടെ ഫുള്ള് ചിഹ്നം ഓപ്പോസിറ്റ് ആക്കി. ഇതിന് നമ്മൾ കോഫാക്ടർ എന്ന് പറയും. ഇനി നേരെ അഡ്ജോയിൻ്റ് എഴുതുക.
അപ്പോൾ അഡ്ജോയിൻ്റ് എഴുതുമ്പോൾ ജസ്റ്റ് നമ്മൾക്ക് എഴുതിയ കോഫാക്ടറിൻ്റെ ട്രാൻസ്പോസ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളാക്കി എഴുതി 0 2 1. സെക്കൻഡ് റോ സെക്കൻഡ് കോളാക്കി എഴുതി -1 -9 -5. തേർഡ് റോ തേർഡ് കോളാക്കി എഴുതി അപ്പോൾ 2 23 13 ഇങ്ങനെ എടുത്ത് എഴുതി. ഇങ്ങനെ അഡ്ജോയിൻ്റ് കിട്ടിയിട്ടോ. ഇനി നമുക്ക് നേരെ എ ഇൻവേഴ്സ് പറയാം. എ ഇൻവേഴ്സ് ഈക്വൽ ടു 1 ഡിറ്റർമിനൻ്റ് എ. ഡിറ്റർമിനൻ്റ് എ എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു അഡ്ജോയിൻ്റ്, അതായത് 0 -1 2 2 -9 23 1 -5 13. ഇങ്ങനെ നമുക്ക് എ ഇൻവേഴ്സ് എഴുതാം. വേണമെങ്കിൽ ഒന്ന് ഈ -1 കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഒന്ന് ഭംഗിയാക്കി എഴുതുകയാണെങ്കിൽ 0 -1നെ -1 കൊണ്ട് ചെയ്യുമ്പോൾ വെറും 1, ഇത് -2, ഇവിടെ -2 വെറും 9 -23 -1 വെറും 5 -30 ഇങ്ങനെ എടുത്ത് എഴുതാം. ഈ പുറത്ത് കിടക്കുന്ന 1/-1 കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ വേണമെങ്കിൽ എ ഇൻവേഴ്സ് എഴുതാം. ഇതാണ് നമ്മുടെ എ ഇൻവേഴ്സ്. ഇപ്പോൾ എ ഇൻവേഴ്സ് കിട്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ പാർട്ടിലേക്ക് പോവാം. ഈ സിസ്റ്റം നമ്മളോട് സോൾവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് യൂസിങ് ദിസ് എ ഇൻവേഴ്സ്. അപ്പോൾ നമുക്ക് ആ സിസ്റ്റം നോക്കിയിട്ട് ആ സിസ്റ്റത്തിൽ എ ആരാ, എക്സ് ആരാ, ബി ആരാന്നൊന്ന് നോക്കുക. അപ്പോൾ ഇതിൽ എ എന്ന് പറഞ്ഞാൽ 2 -3 5 3 2 -4 1 1 -2 അതാണ് ഇവിടുത്തെ എ. അത് തന്നെയല്ലേ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കണ എയും. അപ്പോൾ ഈ എ തന്നെയാണ് ഇവിടുന്ന് കിട്ടുന്ന എയും. ഇതുപോലെ ഇവിടുത്തെ എക്സ് എന്ന് പറഞ്ഞാൽ XYZ കോളം മെട്രിക്സ്, ബി എന്ന് പറഞ്ഞാൽ 11 -5 -3. സോ നമുക്ക് ഇതിനെ AX = B എന്ന് എഴുതാം. അവിടുന്ന് തന്നെ X = A ഇൻവേഴ്സ് B എന്ന് എഴുതാം. അപ്പോൾ X = A ഇൻവേഴ്സ് ഇൻറ്റു ബി. അതിലെ A ഇൻവേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, B നമുക്ക് അറിയാം. അപ്പോൾ A ഇൻവേഴ്സ് എന്ന് പറഞ്ഞ് നമ്മുടെ ഇപ്പോൾ കണ്ടുപിടിച്ച 0 1 -2 -2 9 -23 അതുപോലെ -1 5 -13 ഇൻറ്റു ബി എഴുതുക. ബി എന്ന് പറഞ്ഞാൽ ദേ 11 -5 -3 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് റോ കൊണ്ട് ഈ കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്തു. 0 × 11 0 പ്ലസ് 1 × -5 -5 പ്ലസ് -2 × -3 +6, അതായത് -5 + 6 എന്ന് വരും. എന്ന് വെച്ചാൽ 1. ഇനി സെക്കൻഡ് റോ -2 × 11 -22 പ്ലസ് 9 × -5 എന്ന് പറഞ്ഞാൽ -45 -23 × -3 എന്ന് പറഞ്ഞാൽ +69, അതായത് -22 -45 + 69, അതായത് -67 + 69 2 എന്ന് കിട്ടി. ഇനി ഇവിടെ -1 × 11 -11 5 × -5 -25 -13 -3 +39. അപ്പോൾ -11 -25 +39 എന്ന് വെച്ചാൽ -36 +39 3 എന്ന് കിട്ടി. അപ്പോൾ എക്സ് എന്ന് പറയുന്ന കോളം മെട്രിക്സിൻ്റെ ഉത്തരം 1 2 3 എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ ആദ്യം കിടക്കുന്നത് നമ്മുടെ എക്സ്, രണ്ടാമത് കിടക്കുന്നത് നമ്മുടെ വൈ, മൂന്നാമത് കിടക്കുന്നത് സെഡ്. അപ്പോൾ ഈ തന്ന സിസ്റ്റത്തിൻ്റെ ഉത്തരം അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ x = 1 y = 2 z = 3 എന്നാണ്. ഇനി നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. നമ്മുടെ ജീവിതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കാണ്, അപ്പോൾ ഒരാളൊരു കടയിൽ പോയി, ഒരാളല്ല 3 പേര് ഒരു കടയിൽ പോയി എന്ന് വെക്കുക. അതിൽ ആദ്യത്തെ ആൾ 4 കിലോഗ്രാം ഒനിയനും 3 കിലോഗ്രാം വീറ്റും 2 കിലോഗ്രാം റൈസും വാങ്ങി. ആകെ പുള്ളിക്ക് 60 രൂപയായി. വേറൊരാൾ ഇതേ കടയിൽ പോയി, ആൾ 2 കിലോഗ്രാം ഒനിയനും 4 കിലോഗ്രാം വീറ്റും 6 കിലോഗ്രാം റൈസും വാങ്ങി. പുള്ളിക്ക് 90 രൂപയായി. ഇനി വേറൊരാൾ സെയിം കടയിലേക്ക് പോയി, അവിടുന്ന് 6 കിലോ ഒനിയൻ 2 കിലോ വീറ്റ് 3 കിലോ റൈസ് വാങ്ങി. ആൾക്ക് 70 രൂപയായി. അങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാം ഒനിയൻ എത്ര രൂപ, 1 കിലോഗ്രാം വീറ്റിന് എത്ര, 1 കിലോഗ്രാം റൈസിന് എത്ര രൂപ
ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മൾ ഈ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചേക്കണ പോലെ ഇങ്ങനെ ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൾക്കാരെ, അതായത് 1 കിലോഗ്രാം ഒനിയൻ്റെ വില എക്സ് എന്ന് സങ്കല്പിക്കുക, 1 കിലോഗ്രാം വീറ്റിൻ്റെ വില വൈ എന്ന് സങ്കല്പിക്കുക, 1 കിലോഗ്രാം റൈസിൻ്റെ വില സെഡ് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ആദ്യത്തെ ഇൻസ്റ്റൻറ്റ് നോക്കി, 4 കിലോഗ്രാം ഒനിയൻ വാങ്ങി, 1 കിലോഗ്രാമിന് എക്സ് രൂപ, അപ്പോൾ 4 കിലോഗ്രാമിന് 4x പ്ലസ് 3 കിലോ വീറ്റ് വാങ്ങി, 1 കിലോയ്ക്ക് വൈ രൂപ, 3 കിലോയ്ക്ക് 3y. അതുപോലെ 2 കിലോ റൈസ്, 1 കിലോ റൈസിന് സെഡ് രൂപ, 2 കിലോയ്ക്ക് 2z ഒക്കെ കൂടി ചേർന്നപ്പോൾ 60 അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എഴുതി 4x + 3y + 2z = 60. ഇതുപോലെ രണ്ടാമത്തെ ഇൻസ്റ്റൻറ്റിൽ 2 കിലോ ഒനിയൻ, അപ്പോൾ 2x + 4 കിലോ വീറ്റ് എന്ന് പറഞ്ഞാൽ 4y + 6z = 90. ഇതുപോലെ മൂന്നാമത്തത് 6 കിലോ ഒനിയൻ 6x + 2y + 3z = 70. ഇങ്ങനെ 3 ഇക്വേഷൻസ് കിട്ടി. ഇനി ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സും വൈയും സെഡും കാണണം. അതാണ് നമ്മുടെ ഓരോന്നിൻ്റെയും വിലകൾ. അപ്പോൾ ഇതൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ്. ഇത് സോൾവ് ചെയ്ത് എക്സും വൈയും സെഡും കാണാനായിട്ട് നമ്മൾ മെട്രിക്സിൻ്റെ ഐഡിയയിൽ പഠിച്ചിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഈ സിസ്റ്റത്തിനെ നമ്മൾ ആദ്യം തന്നെ എ എക്സ് ബി എന്ന ഫോമിലേക്ക് എഴുതുക. അപ്പോൾ ഇതിൽ എ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോഎഫിഷ്യൻറ്റുകളുടെ മെട്രിക്സ് 4 3 2 2 4 6 2 4 6 6 2 3 അങ്ങനെ എ എന്ന് പറയുന്ന മെട്രിക്സ് എടുത്ത് എഴുതി. ഇനി ഇവിടുത്തെ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ്, ഇവിടെയുള്ള വേരിയബിൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്സ് വൈ സെഡ്, ഇതിൻ്റെ മെട്രിക്സ് കോളം മെട്രിക്സ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രൈസുകളുടെ മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 90 70. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന സിസ്റ്റത്തിനെ മെട്രിക്സ് ഐ ഡി ഉപയോഗിച്ച് AX = B എന്ന് എഴുതാം. AX = B. അപ്പോൾ അങ്ങനെയാണെങ്കിൽ X = A ഇൻവേഴ്സ് ഇൻറ്റു B. ഇതാണ് എക്സ് കാണാനുള്ള പരിപാടി. അപ്പോൾ നമുക്ക് എയുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അതിനെ B കൊണ്ട് ഗണിച്ച് കഴിഞ്ഞാൽ എക്സ് കിട്ടും. അപ്പോൾ നമ്മൾ നേരെ X = A ഇൻവേഴ്സ് കാണാനുള്ള ഫോമുല 1/det ഇൻറ്റു അഡ്ജോയിൻ്റ് ഇൻറ്റു ഈ ബി അങ്ങനെ തന്നെ എഴുതി. ഇനി നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ അതിലാദ്യം 1/det ഡിറ്റർമിനൻ്റ് വില കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുമ്പോൾ 4 × 3 12 -6 × 2 12. അപ്പോൾ 4 × 12 - 12 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0. അപ്പോൾ അത് 0 ആയിപ്പോയി. -3 ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കളഞ്ഞു. 2 × 3 6 -36. അപ്പോൾ -3 × 6 -36. 6 - 36 എന്ന് പറഞ്ഞാൽ -30. -3 × -30 + 90. ഇനി +2 × 4 -24. 4 - 24 എന്ന് പറഞ്ഞാൽ -20. 2 × -20 എന്ന് പറയുമ്പോൾ -40. ഇപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം 90 കിട്ടി, -40. 90 - 40 എന്ന് പറഞ്ഞാൽ 50. അപ്പോൾ നമുക്ക് 1/50 എന്ന് കിട്ടി. ഇനി അഡ്ജോയിൻ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അഡ്ജോയിൻ്റ് എന്ന് തന്നെ ഇപ്പോൾ എഴുതി. അത് കഴിഞ്ഞിട്ട് ആ കിട്ടിയ അഡ്ജോയിൻ്റ് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സിനുള്ള സൊല്യൂഷൻ കിട്ടും. അപ്പോൾ നമുക്ക് അടുത്തത് ഈ അഡ്ജോയിൻ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ അഡ്ജോയിൻ്റ് കാണാനായിട്ട് ആദ്യം നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ മൈനർ എഴുതാം. അപ്പോൾ M11 നോക്കുക. M11 നോക്കുമ്പോൾ നമുക്ക് 0 എന്നാണ് ഉത്തരം കിട്ടുക. അതുപോലെ M12 എടുക്കുക. M12 നോക്കുക എന്ന് പറയുമ്പോൾ ഇതാണ് A12. ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കളയുക. അപ്പോൾ 6 - 36 -30 എന്നാണ് കിട്ടുക. ഇനി അതുപോലെ M13 എടുക്കുക. അപ്പോൾ ഇതാണ് A13. ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കളഞ്ഞു. അപ്പോൾ 2 × 2 4 4 - 24 -20 എന്ന് കിട്ടി. ഇനി അടുത്തത് M21 എഴുതി. അപ്പോൾ M21 എഴുതുമ്പോൾ ഇതാണ് A21. ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കളയുക. അപ്പോൾ 3 × 3 9 -4 5 എന്ന് കിട്ടി. അതുപോലെ M22 എഴുതി. M22 പറഞ്ഞാൽ ഇതാണ് A22. ഇത് ഉൾപ്പെടുന്ന സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും കളഞ്ഞു. 4 × 3 12 -12 0. അതുപോലെ M23 എഴുതുക. ഇതാണ് A23. അതിൻ്റെ മൈനർ എന്ന് പറയുമ്പോൾ ഈ സെക്കൻഡ് റോയും തേർഡ് കോളവും കളയുക. 4 × 2 8 -18 -10 എന്ന് കിട്ടി. ഇനി അടുത്തത് M31 എഴുതുക.
അപ്പോൾ M31 എന്ന് പറയുമ്പോൾ ഇതാണ് A31, ഇത് ഉൾപ്പെടുന്ന റോയിങ് കോളം കളഞ്ഞു, 18 - 8 10 എന്ന് കിട്ടി. അതുപോലെ M32 എടുക്കുക. അപ്പോൾ M32 എന്ന് പറയുമ്പോൾ ഇതാണ് A32, ഇതിൻ്റെ മൈനർ എന്ന് പറഞ്ഞാൽ ഇത് ഉൾപ്പെടുന്ന കോളവും റോയും കളയുക. അപ്പോൾ 24 - 4 20 എന്ന് കിട്ടി. പിന്നെ M33 എടുക്കുക. ഇതാണ് A33, ഇതിൻ്റെ മൈനർ എന്ന് പറയുമ്പോൾ 4 × 4 16 - 6 10. ഇങ്ങനെ M33 കിട്ടി. ഇത് നമ്മുടെ മൈനർ കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ നേരെ ഇതിൽ നിന്ന് കോഫാക്ടർ എടുത്ത് എഴുതാം. അപ്പോൾ കോഫാക്ടർ വരിക, ഈ കിടക്കുന്ന ഡയമണ്ട് ഷേപ്പിൽ കിടക്കുന്ന 4 പേരുടെ ചിഹ്നം ഓപ്പോസിറ്റ് ആക്കിയാൽ നമുക്ക് കോഫാക്ടർ കിട്ടും. ഈ 4 പേരുടെ ചിഹ്നം ഓപ്പോസിറ്റ് ആക്കുക. അപ്പോൾ ഇവിടെ 0, ഇത് വെറും 30, ഇവിടെ -20, ഇത് -5 ആക്കുക, ഇത് 0, ഇവിടെ -10 എന്നുള്ളത് വെറും 10 ആക്കുക, ഇത് 10, ഇവിടെ -20 ആക്കുക, ഇത് വെറും 10. ഇങ്ങനെ കോഫാക്ടർ കിട്ടി. അപ്പോൾ തന്നെ നമ്മൾ അഡ്ജോയിൻ്റ് എടുത്ത് എഴുതുക. അഡ്ജോയിൻ്റ് A എടുത്ത് എഴുതുക. ഈ കിട്ടിയ കോഫാക്ടറിനെ ട്രാൻസ്പോസ് എടുക്കുക, അതായത് ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളാക്കി എഴുതി. അപ്പോൾ 0 30 -20. പോലെ സെക്കൻഡ് റോനെ സെക്കൻഡ് കോളാക്കി എഴുതി, -5 0 10. തേർഡ് റോനെ തേർഡ് കോളാക്കി എഴുതി, 10 -20 10. ഇങ്ങനെ അഡ്ജോയിൻ്റ് കിട്ടി. അപ്പോൾ ഇത്രയും വരെ അഡ്ജോയിൻ്റ് വരെ റെഡിയായി. ഇനി നമുക്ക് എക്സ് കാണാനായിട്ടുള്ള ഈ ഫോമുലയിൽ നേരെ കൊണ്ടുപോയി കൊടുക്കാം. അപ്പോൾ x = 1/50 ഇൻറ്റു അഡ്ജോയിൻ്റ് A എന്ന് പറയുമ്പോൾ ദേ കിടക്കണു 0 -5 10 30 0 -20 -20 10 10. അതെഴുതി. ഇൻറ്റു B എഴുതുക. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ കിടക്കുന്ന മെട്രിക്സ്, കോളം മെട്രിക്സ് 60 90 70. അപ്പോൾ ഇവരെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ 1/50 അങ്ങനെ തന്നെ ഇവിടെ എഴുതി, ബാക്കിയുള്ളത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഫസ്റ്റ് റോ കൊണ്ട് ഈ കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു. 0 × 60 0 പ്ലസ് -5 × 90 -450 പ്ലസ് 10 × 70 700 -450 പ്ലസ് 700 എന്ന് വെച്ച് കഴിഞ്ഞാൽ 250. ഇനി സെക്കൻഡ് റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 30 × 60 180 0 × 90 0 -20 × 7 അല്ലെങ്കിൽ 70 1400 -1400. അപ്പോൾ നമുക്കിപ്പോൾ 30 × 60 എന്ന് പറഞ്ഞാൽ 1800 0 -1400 എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 400 എന്ന് കിട്ടി. 1400 അല്ല 1800 -1400 എന്ന് പറയുമ്പോൾ വെറും 400. ഇനി തേർഡ് റോ കൊണ്ട് ഈ കോളത്തിന് -20 × 60 -1200 പ്ലസ് 900. അപ്പോൾ -1200 പ്ലസ് 900 എന്ന് പറഞ്ഞാൽ -300 പ്ലസ് 10 × 70 700 -300 പ്ലസ് 700 എന്ന് പറയുമ്പോൾ 400. ഇനി 1/50 കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 250/50 5, 400/50 8, 400/50 8. അപ്പോൾ നമുക്ക് എക്സിൻ്റെ ഉത്തരം 5 എന്നും വൈയുടെ ഉത്തരം 8 എന്നും സെഡിൻ്റെ ഉത്തരവും 8 എന്നും കിട്ടി. അതായത് ഒനിയൻ്റെ വില 1 കിലോ ഒനിയന് 5 രൂപ, 1 കിലോ വീറ്റിന് 8 രൂപ, 1 കിലോ റൈസിനും 8 രൂപ. ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ആൻസർ.